ഹായ്. കേരള PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങളാണ് SCRT എന്ന് പറയുന്നത്, SCRT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററാണ് ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കതൊരു വലിയ ചാപ്റ്ററാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് നമുക്കത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ കൊടുക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മുടെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെയാണ്, നിങ്ങൾക്ക് ചാപ്റ്റർ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതില് നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ ഉത്തര പർവ്വത മേഖലയെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പഴയ SCRT ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതി മൊത്തത്തിലായിട്ട് 1-2 ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുള്ളത്. നമുക്കപ്പോൾ കുറച്ച് കൂടുതൽ നോളജ് അതിനകത്ത് കിട്ടുന്നതാണ്, കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈവിധ്യങ്ങൾ ഏറെയുള്ള ഒരു നാടാണ് അല്ലെ. ഭൂപ്രകൃതിയിലെ സവിശേഷതകൾ തന്നെ അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തില് വൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഭാഷയിലായിക്കോട്ടെ, ഓരോ ദേശത്ത് ചെന്നാലും അല്ലെ, നമ്മുടെ സാംസ്കാരികമായിട്ടാണെങ്കിലും എല്ലാത്തിലും ഇന്ത്യയില് വൈവിധ്യമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതിയിലും വൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ നമ്മുടെ കേരളം എടുത്താൽ പോലും നമ്മൾ മെയിൻ ആയിട്ട് 3 നമ്മുടെ പ്രദേശം, നമ്മുടെ ഭൂപ്രകൃതികളെ പറ്റി പറയാനുണ്ട്. ഏതൊക്കെയാണ്? കേരളത്തില് മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 5 നമ്മൾ ഭൂപ്രകൃതി തിരിച്ചിരിക്കുന്നത്. പഴയ SCRT പ്രകാരം നോക്കുവാണെങ്കിൽ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമുദ്രങ്ങള്, പീഠഭൂമി, അതുപോലെ തീരപ്രദേശങ്ങളും ദ്വീപുകളും സെപ്പറേറ്റ് ആയിട്ടും നമ്മുടെ മരുഭൂമി വന്നിട്ട് സമതല ഭാഗത്തായിട്ടുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് പുതിയ SCRT ആണ്. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പുതിയ SCRT പ്രകാരം നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖല ഒന്നാമത്തെയാണ് ഉത്തര പർവ്വത മേഖല. രണ്ടാമത്തത് പർവ്വത മേഖലയ്ക്ക് താഴെയായിട്ട് തൊട്ട് തെക്ക് വശമായിട്ട് നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഉത്തരേന്ത്യൻ സമതലങ്ങൾ വിശാലമായ സമുദ്ര പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയും. അതിന് താഴെയായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പീഠഭൂമി പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, ഇപ്പൊ പീഠഭൂമി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഭൂപ്രകൃതി. അതുപോലെ നമുക്ക് അറിയാം എന്തുണ്ട്, ബേ ഓഫ് ബംഗാളും ഇപ്പുറത്തെ സൈഡില് അറബിക്കടലും ഉണ്ട്. അപ്പോൾ തീര സമതലങ്ങളും അതുപോലെ ലക്ഷദ്വീപ്, ആൻഡമാൻ ആയിട്ടുള്ള ദ്വീപ സമൂഹങ്ങൾ, അതുപോലെ എന്തുകൂടെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ പ്രകാരം സമതലങ്ങളുടെ ഭാഗമായി വന്ന മരുഭൂമി നമ്മളിപ്പോ ഒരു ഭൂപ്രകൃതിയായിട്ട് എടുത്തു പഠിക്കുകയാണ്. അപ്പൊ താർ മരുഭൂമിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു ഭാഗം കൊണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ മരുഭൂമി മേഖല. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 5 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങളും ദ്വീപുകളും, ഇന്ത്യൻ മരുഭൂമിയായിട്ട്. അപ്പൊ അതിൽ ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഉത്തര പർവ്വത മേഖലയെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. ചെറിയ ചെറിയ പോർഷനായിട്ട് നമുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ശരി, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഉത്തരപർവ്വത മേഖല എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ ആദ്യം പാമീറിനെ പറ്റി പഠിക്കാം. പാമീർ എന്ന് കേൾക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. ലോകത്തിന്റെ മേൽക്കൂര, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി അല്ലെങ്കിൽ പർവ്വതക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? പാമീർ എന്ന് പറയുന്നത്. ഈ പാമീർ എവിടെ നിന്നെല്ലാം ഉത്ഭവിക്കുന്നു? പാമീർ ഏതെല്ലാം മലകൾ കൂടിച്ചേരുന്നു? ഹിന്ദുകുഷ്, ടിയാൻഷൻ, കുൻലുൻ. ഹിന്ദുകുഷ്, ടിയാൻഷൻ, കുൻലുൻ. നമുക്ക് സുലൈമാൻ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അതൊന്നും നോക്കണ്ട. ഇപ്പൊ നമുക്ക് SCRT ചാപ്റ്റർ ബേസ് ആയിട്ട് പോവാണ്. അപ്പൊ അതില് ഹിന്ദുകുഷ്, ടിയാൻഷൻ, കുൻലുൻ തുടങ്ങിയ പർവ്വത നിരകൾ വന്ന് കൂടിച്ചേരുന്ന ഭാഗമാണ് പാമീർ എന്ന് പറയുന്നത്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കിഴക്ക് പൂർവാചൽ വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തര പർവ്വത മേഖല പാമീറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗമായിട്ടുള്ള പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിന്റെ നീളം 2400 കിലോമീറ്റർ ആണ്.
2400 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. അതുപോലെ വീതി എത്രയാണ്? 2400 കിലോമീറ്റർ നീളവും വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 വരെ നമ്മുടെ വീതിയും വരുന്നുണ്ട്. ഈ 150 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയായിരിക്കും വീതി കുറവ് വരുന്നത്? നമ്മുടെ കിഴക്കൻ ഭാഗമായിട്ടുള്ള ഇതാണ് വീതി കുറവ് വരുന്നത്. അപ്പോൾ 150 ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. എന്നാൽ നമുക്കറിയാം ഈ ഭാഗം നമ്മുടെ കാശ്മീർ ഭാഗം കൊണ്ടിട്ട് പർവ്വത മേഖലയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 400 കിലോമീറ്ററും കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ 2400 കിലോമീറ്റർ നീളം, 150 മുതൽ 400 വരെ അതിന്റെ വീതിയും വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മുടെ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തര പർവ്വത മേഖല. അപ്പൊ അതില് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല, 5 ഭൂപ്രകൃതിയായിട്ട് തിരിച്ചു. അതിൽ ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്ന് തിരിച്ചിരിക്കുന്നു. അത്ര മാത്രമാണ് ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ആ മാപ്പ് തന്നെയാണ് ഞാൻ ഇവിടെയും വരച്ചിട്ടുള്ളത്. എന്താണ്? നമ്മുടെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു. അത് പാമീറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലോകത്തിന്റെ മേൽക്കൂര. ലോകത്തിന്റെ മേൽക്കൂര. അപ്പോ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറഞ്ഞു. ഈ ഉത്തര പർവ്വത മേഖലയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായിട്ട് നിലകൊള്ളുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ആ പേര് ഓർത്തു വയ്ക്കാം, ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതൊന്നുമില്ല, നമ്മൾ അങ്ങനെ കാണാതെ ഒന്നും പഠിച്ചു വെക്കേണ്ട. നമുക്ക് അയൽ രാജ്യങ്ങൾ അറിയാലോ. ആ അയൽ രാജ്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചൈന എന്നിവ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം കിട്ടും. അപ്പോൾ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന രാജ്യങ്ങളും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇല്ല, ഇവിടെ വരുന്ന ചൈന ഇല്ല, മ്യാൻമറും ഇല്ല. അപ്പോൾ അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ പെടുന്ന രാജ്യങ്ങൾ. ബാക്കി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായിട്ട് വരുന്നതാണ് ആര്? ഉത്തര പർവ്വത മേഖല. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം ഈ നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന ഭാഗം താരതമ്യേന പ്രായം കുറഞ്ഞതാണ്. നമുക്ക് പീഠഭൂമി എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്തിൽ തന്നെ അത് ഉത്ഭവിച്ച സമയം മുതലേ ഉള്ളൊരു പ്രകൃതിയായിട്ടൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ അത് താരതമ്യേന പ്രായം കുറഞ്ഞതാണ്. അതുപോലെ എന്താണ്? ഫോൾഡഡ് മൗണ്ടൻസ് ആണ് അല്ലെ? മടക്ക് പർവ്വതമാണ്. ഈ മടക്ക് പർവ്വതം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഭൂമിയുടെ അതൊന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിഭാഗമാണ് നമ്മൾ ക്രസ്റ്റ് അഥവാ നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുന്നത്. ക്രസ്റ്റ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിനുശേഷം മാൻഡിൽ ഉണ്ട്, താഴെയായിട്ട് കോർ, ഉള്ളിലാണ് കോർ എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും നമ്മൾ ഇന്നർ കോർ, ഔട്ടർ കോർ എന്നും, മാൻഡിലിനെ അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, അതുപോലെ ക്രസ്റ്റ്, അങ്ങനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പൊ അതില് മാൻഡിലിന്റെ അപ്പറും ലോവറും നമ്മൾ പറയുമ്പോൾ അതില് നമ്മുടെ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ ചേരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ലിത്തോസ്ഫിയർ എന്ന് പറയും. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പോൾ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ ചേരുന്ന ഭാഗമാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധദ്രവാവസ്ഥയിലാണ്. അവിടെ നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്തോറും താപം വളരെ കൂടുതലാണെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേർന്ന ഭാഗം ലിത്തോസ്ഫിയർ. ലിത്തോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിലയാണ് അല്ലെ? അപ്പൊ ശിലാമണ്ഡലമാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
ഈ ക്രസ്റ്റും മാന്റിലും കൂടെ ചേർന്ന ഭാഗത്ത് കാണുന്നത്. അതിന് താഴെയുള്ളത് അസ്തനോസ്ഫിയർ, അത് അർദ്ര ദ്രവാവസ്ഥയിലാണെന്നും ചിന്തിക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഒരു ദ്രവാവസ്ഥയിൽ കാണുന്ന ദ്രവം, അടിയിൽ ദ്രവം, അതിന് മുകളിലായിട്ട് ഫലകങ്ങൾ അല്ലെങ്കിൽ ശിലാഭാഗങ്ങൾ കിടക്കുന്നു. അപ്പൊ അതിന് എന്ത് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്? ചലിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ സാവധാനം ഈ പറയുന്ന ഭാഗങ്ങൾ ചലിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ശിലാഫലകങ്ങൾ എന്ന് പറയുന്നത് വലുതും ചെറുതുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ട്, പല കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. അതിൽ തന്നെ നമുക്ക് വൻകര ഭാഗങ്ങൾ കാണാൻ പറ്റും, കടൽത്തറ ഭാഗങ്ങൾ, സിയാല്, സിമ എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അങ്ങനെ വൻകര ഭാഗങ്ങളുണ്ട്, വൻകരകൾ മാത്രമുള്ള ഭാഗങ്ങളുണ്ട്, കടൽത്തറ മാത്രമുള്ള ഭാഗങ്ങളുണ്ട്. എന്നാൽ കടൽത്തറയും വൻകരയും ചേർന്നുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ്, അതിനകത്ത് ആരൊക്കെയുണ്ട്? ഓഷ്യനും ഉണ്ട്, അതുപോലെ കോണ്ടിനെന്റും ഉണ്ട്. അപ്പോൾ വൻകര ഭാഗവും സമുദ്രഭാഗവും ചേർന്നിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് നമ്മുടെ അസ്തനോസ്ഫിയറിന്റെ മുകളിലൂടെ സാവകാശം ചലിക്കുന്നുണ്ട്. ഈ ചലനം മൂലം എന്ത് നടക്കുന്നുണ്ട്? സാവകാശം ഇത് കൂട്ടിയിടിക്കും അല്ലെ. ഇതിന്റെ ഫലക അതിരുകളിൽ 3 ടൈപ്പ് ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഒരു കൂട്ടിയിടി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ഭൂരൂപങ്ങളും ഉണ്ടാകുന്നു ഉണ്ട്. നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചലനം നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ചലനം നടക്കുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ഒരു സാധ്യതയും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാം. അങ്ങനെ ആ ഒരു കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് നമുക്ക് ഹിമാലയം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ഫോം ചെയ്തെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെ സാധിച്ചു? നമുക്ക് നമ്മളുടെ യൂറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ്, അതായത് ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകവും അതുപോലെ നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് എന്തുണ്ടായത് നമുക്കറിയാം. അതിനിടയിൽ ഉണ്ടായിരുന്ന തെതീസ് സമുദ്രം മടങ്ങി ഉയർന്നു പൊങ്ങിയിട്ടാണ് നമ്മുടെ ഹിമാലയം രൂപപ്പെട്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്ന ഭൂരൂപമാണ് ഏത്? ഉത്തരപർവ്വത മേഖല. അതുകൊണ്ട് തന്നെ താരതമ്യേന പ്രായം കുറഞ്ഞതുമാണ്, മടക്ക് പർവ്വതങ്ങളാണ്. നമുക്കത് ചാപ്റ്ററിൽ പുറകെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞെന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഹിമാലയം അത് പാമീറിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അത് കിഴക്ക് പൂർവാതിൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, 2400 കിലോമീറ്റർ നീളം, 150 മുതൽ 400 വരെ വീതിയും ഓർത്തിരിക്കുക. അപ്പൊ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതില് പ്രായം കുറഞ്ഞ വടക്കു പർവ്വതങ്ങളാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് ഹിമാലയം ഫോം ചെയ്തെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ 2400 കിലോമീറ്റർ നീളവും 150 മുതൽ 400 കിലോമീറ്റർ വീതിയും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇത് എവിടെ നിന്ന് എവിടം വരെ, ഏത് നദികൾക്കിടയിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? നോക്കൂ, സിന്ധു നദി അല്ലെ. അപ്പോ നമ്മുടെ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ഇപ്പുറത്ത് ബ്രഹ്മപുത്ര നദി വരെയാണ്. ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ടാണ് നമുക്ക് ഈ ഭൂപ്രകൃതി കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ഇവിടെ നമ്മുടെ ബ്രഹ്മപുത്ര നദി വരെ ആണ്, അല്ലെങ്കിൽ അതിനിടയിലായിട്ടാണ് നമുക്ക് ഉത്തരപർവ്വത മേഖല കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭൂപ്രകൃതി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണാതെ ഒന്നും പഠിക്കണ്ട. നമുക്ക് ഉത്തരപർവ്വത മേഖല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ഹിമാനികൾ അഥവാ ഗ്ലേഷ്യേഴ്സ് വരുന്നുണ്ട് അല്ലെ, പിന്നെ വാലീസ് താഴ്വരകൾ വരുന്നുണ്ട്, അതുപോലെ കൊടുമുടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷമായ ഭൂപ്രകൃതിയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? ഉത്തരപർവ്വത മേഖലയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ആ ഒരു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹിമാലയത്തിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെ, ഹിമാലയത്തിനല്ല സോറി, ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, അതുപോലെ ഹിമാലയം, പിന്നെ വന്നിട്ട് കിഴക്കൻ കുന്നുകൾ. കിഴക്കൻ കുന്നുകൾ എന്തുകൊണ്ട് കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്? 900 മീറ്ററിന്, അതായത് 900 മീറ്ററിന് മുകളിലേക്കുള്ളതാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്ന ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കാം. 900 മീറ്ററിന് മുകളിലേക്കുള്ളതാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് കൂടുതലും കുന്നുകളൊക്കെയാണ്. നമുക്കിവിടെ ഈ ഭാഗം കൊണ്ടിട്ട് ഒരു 500 മുതൽ 3000 വരെ റേഞ്ചിലൊക്കെയാണ് ഇവിടുത്തെ ഹൈറ്റിലുള്ള പർവ്വതങ്ങൾ കാണാം. അവിടെ പർവ്വതങ്ങളുണ്ട്, പ്ലസ് കുന്നുകളും കാണാം നമുക്ക്. അപ്പോൾ കിഴക്കൻ കുന്നുകൾ,
ഇത് വന്നിട്ട് ട്രാൻസ് ഹിമാലയം, ഇവിടെ വന്നിട്ട് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അതിന്റെ സംയോജക സീമകൾ പറയാം, അത് പറയാം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ 900 മീറ്ററിന് മുകളിലുള്ള ഇതിനെയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഈ 900 മീറ്ററിന് മുകളിലുള്ള ഉത്തരപർവ്വത മേഖല, ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് പാമീറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു, അഥവാ സിന്ധു നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ട് കിടക്കുന്നു. ഇതിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം ട്രാൻസ് ഹിമാലയം, പിന്നെ ഹിമാലയം, ഇവിടെ വന്നിട്ട് കിഴക്കൻ കുന്നുകൾ. അതാണ് ഈ രണ്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയത്തിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആരൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിനെ മൂന്നായിട്ട് തിരിച്ചു, ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിച്ചു. അതിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിൽ വീണ്ടും നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലുള്ള നിരകളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആരൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതാണ് എവിടെ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ, അതായത് ഹൈറ്റും അതിന്റെ വീതിയും ഒക്കെ കൂടെ ഒന്ന് പഠിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഹിമാലയമാണ് വരുന്നത്. നമ്മൾ രണ്ടാമത്തെ ഭൂപ്രകൃതിയിൽ ആദ്യത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. അതിലൊന്ന് ട്രാൻസ് ആയിരുന്നു, രണ്ട് എന്താണ്? ഹിമാലയമാണ്. മൂന്ന് കിഴക്കൻ കുന്നുകളാണ്. അപ്പൊ അതില് ട്രാൻസിനെയാണ് നമ്മൾ വീണ്ടും അതിന്റെ നിരകൾ പഠിച്ചത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതില് ഹിമാലയത്തിനെയാണ് നമ്മൾ വീണ്ടും തിരിക്കാൻ പോകുന്നത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏറ്റവും ഉയരം കൂടിയതാണ് ഹിമാദ്രി. നമുക്ക് പഠിക്കാം. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. പിന്നെ കിഴക്കൻ കുന്നുകൾ. അപ്പൊ കിഴക്കൻ കുന്നുകളിൽ ആര് വരും? ഗാരോ, ഗാസി, ജൈന്തിയ, മീസോ കുന്നുകൾ, നാഗ കുന്നുകൾ, പത്കായുവും. ഇതൊക്കെയാണ് കിഴക്കൻ കുന്നുകളിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, ആവർത്തിക്കാം. അപ്പോ പാമീറിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. 2400 കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖലയുടെ ആകെ നീളം എന്ന് പറയുന്നത്. വീതി ആവറേജ് 150 മുതൽ 400 കിലോമീറ്ററിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് ട്രാൻസ് ഹിമാലയം, 2 ഹിമാലയം, 3 കിഴക്കൻ കുന്നുകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ നമുക്ക് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾ കാണാൻ സാധിക്കും. ഹിമാലയത്തിനെ വീണ്ടും ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് മൂന്നായി തിരിച്ചിരിക്കുന്നു. കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നവയാണ് ഗാരോ, ഗാസി, ജൈന്തിയ, മീസോ, നാഗ, പത്കായുവും എന്നീ കുന്നുകൾ. ഓക്കെ ആണോ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഭാഗമായിട്ട് പറയാം. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ് ഹിമാലയം അതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3000 കിലോമീറ്റർ ആണ്. 3000 കിലോമീറ്റർ അല്ല, സോറി, മീറ്റർ ആണ്. 3000 മീറ്റർ ആണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്, ട്രാൻസിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. 3000 മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അതിന്റെ വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വീതിയാണ് പറയുന്നത്. 40 കിലോമീറ്റർ വീതി. അതുപോലെ 965 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയം നമ്മൾ എടുത്തു പഠിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിലുള്ള മലനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതില് ട്രാൻസിന്റെ ആവറേജ് ഹൈറ്റ് നമ്മൾ പറഞ്ഞത് 3000 മീറ്റർ ആണ്. അതിന്റെ വീതിയാണ് 40 കിലോമീറ്റർ. അതുപോലെ നീളം 965 കിലോമീറ്റർ നീളം. നമ്മൾ ടോട്ടൽ ആയിട്ട് 2400 പറഞ്ഞു ഉത്തരപർവ്വത മേഖല. അതില് ട്രാൻസിന്റെ നീളമാണ് 965 കിലോമീറ്റർ നീളം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതില് നമ്മൾ പറഞ്ഞിരുന്നു പാമീർ പീഠഭൂമി അല്ലെ. അപ്പൊ ഈ പാമീർ പീഠഭൂമിയിലേക്ക് നമ്മുടെ ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ആര്? കാരക്കോറം എന്ന് പറയുന്നത്. അപ്പൊ പാമീർ പീഠഭൂമിയെ
ഏത് മലനിരകളാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാരക്കോറം നിരകളാണെന്നുള്ളത് പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ പഠിച്ചു വെക്കണം. നിങ്ങൾ മാപ്പ് നോക്കി പഠിച്ചാൽ മതിയാവും, നമുക്ക് മനസ്സിൽ നിൽക്കും. അപ്പോൾ പാമീർ പീഠഭൂമിയിലേക്കുള്ള കണക്ഷനാണ് ആര്? കാരക്കോറം മലനിരകൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന്റെ നീളം നമ്മുടെ 3000 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 40 കിലോമീറ്റർ വീതിയാണ്. 965 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. അതാണ് ട്രാൻസ് ഹിമാലയം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട്, നമുക്ക് ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ ഒരു തെക്ക് ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ഹിമാലയം മേഖല വരുന്നത് അല്ലെ, ഹിമാലയം. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും ഹിമാലയത്തിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ഉയരമൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ട്രാൻസിന്റെ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഹിമാദ്രിയാണ്. അപ്പൊ നമുക്കറിയാം ഹിമാദ്രിയിലാണ് നല്ല ഹൈറ്റിലുള്ള പർവ്വതങ്ങളൊക്കെ, നമുക്ക് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ആവറേജ് വരാം 6100 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയമാണ്. ആ ഹിമാലയത്തിൽ നമ്മൾ വീണ്ടും ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് തിരിച്ചു. അതിൽ ഹിമാദ്രി 6100 കിലോമീറ്റർ അതിന്റെ എന്ത് വരുന്നു? ഹൈറ്റ് വന്നു. വീതി അപ്പോൾ വളരെ കുറവാണ്, ഉയരം കൂടുതലുണ്ട്, പക്ഷെ വീതി എത്ര മാത്രം? 25 കിലോമീറ്റർ. എന്നാൽ ഹിമാചലിന്റെ ഹൈറ്റ് ആണ് നമ്മൾ പറയുന്നത് എത്ര? 3500 കിലോമീറ്റർ അല്ലേ, ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 6100 മീറ്റർ ആണ്. അപ്പോൾ 6100 മീറ്റർ. അതുപോലെ ഹിമാചൽ എന്ന് പറയുമ്പോൾ 3500 4500 മീറ്ററിനും ഇടയിലായിട്ട് കാണാൻ സാധിക്കുന്നു. അതിന്റെ വീതി എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു 60-80 കേട്ടോ, 60 മുതൽ 80 വരെയാണ് അതിന്റെ നമുക്ക് കിലോമീറ്റർ ആണ്. അത് കിലോമീറ്ററിലാണ് പറയുന്നത്. വീതി അതുപോലെ നീളമൊക്കെ നമ്മൾ കിലോമീറ്ററിലാണ് പറയുന്നത്, പക്ഷെ ഹൈറ്റ് മാത്രമാണ് മീറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ നമ്മൾ 3000 മീറ്റർ ആണ്, 40ഉം 965 കിലോമീറ്റർ ആണ്. ഇവിടെ 6100 മീറ്റർ ആണ്, 25 കിലോമീറ്റർ. ഹിമാചലിലാണെങ്കിൽ 3500 4500 മീറ്റർ ആണ്. അതിന്റെ വീതിയാണ് 60 മുതൽ 80 വരെ വരിക. ഇനി ശിവാലികിന്റെ ഉയരം പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷെ വീതി എത്രയുണ്ട്? 60 മുതൽ 150 കിലോമീറ്റർ വീതിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഇങ്ങ് നോക്കിക്കേ, ഹിമാദ്രി. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എവറസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്ന അല്ലെ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഹിമാലയം കാണാൻ വേണ്ടി ചെന്നു. നമ്മൾ ഇവിടെ നിന്ന് ചെന്ന് നമ്മൾ തൊട്ട് താഴ്വാരത്ത് വന്നിട്ട് ശിവാലിക്കിലാണ് നിൽക്കുന്നത്. അതായത് ഇത് ഔട്ടർ ആണ്. അപ്പൊ ഹിമാദ്രി ആരാണ്? ഇന്നർ ആണ്. ഇന്നർ ഹിമാലയ. അതുപോലെ നല്ല ഹൈറ്റിലുള്ള മലനിരകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയ. എന്തൊക്കെയാണ്? ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ. ഹൈറ്റ് എത്രയാണ്? 6100 മീറ്റർ ആണ്. വീതി എത്രയാണ്? 25 കിലോമീറ്റർ വീതിയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് ഹിമാചൽ. അപ്പോൾ ഇത് ഗ്രേറ്റർ ആണെങ്കിൽ ഇത് ലെസർ ഹിമാലയ ആണ്. അതിന്റെ ഹൈറ്റ് 3500 4500 മീറ്ററിന് ഇടയിലായിട്ട്, അതിന്റെ വീതിയാണ് 60 മുതൽ 80 കിലോമീറ്റർ എന്ന് നമ്മൾ പഠിച്ചത്. അതിന് താഴെയായിട്ടാണ് നമുക്ക് ശിവാലിക് കാണാൻ സാധിക്കുക. അപ്പോൾ ശിവാലികിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് പറഞ്ഞിട്ടില്ല, വീതി എന്ന് പറയുന്നത് 60 മുതൽ 150 കിലോമീറ്റർ ആണ് വീതി പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ശിവാലികിനെ നമുക്ക് ഔട്ടറിലാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ, ഏറ്റവും പുറത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നതാണ് ആര്? ശിവാലിക്. അപ്പൊ നമ്മൾ ഇന്നറും ഔട്ടറും തിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹിമാലയം കാണാൻ വേണ്ടി പോകുമ്പോൾ പുറമെ നിൽക്കുന്ന ആളാണ് ഔട്ടർ. ഉള്ളിലേക്ക് കയറി കണ്ടാൽ മാത്രം, നമ്മൾ ഉള്ളിലേക്ക് വളരെ പ്രയത്നിച്ച് കയറിയാൽ മാത്രം നമുക്ക് കീഴടക്കാൻ സാധിക്കുന്ന മൗണ്ട് എവറസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇന്നറിലേക്ക് പോകണം. അപ്പൊ അതാണ് ഇന്നർ ഹിമാലയ അഥവാ ഗ്രേറ്റർ ഹിമാലയ. പുറമേ ഉള്ളത് ഔട്ടർ ഹിമാലയ, നടുക്കുള്ളത് ലെസർ ഹിമാലയ. അതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എത്രയോ ഓക്കെ ആണോ? ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ഈ ഹിമാദ്രിയിലാണ് നമുക്ക് വളരെ ഉയരമേറിയ കൊടുമുടികളും മഞ്ഞു മൂടപ്പെട്ട ഹിമാനികളും അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇത്രയും സെറ്റാണോ?
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് തന്നെയാണ് ഹിമാലയത്തിന്റെ പിറവിയെ പറ്റിയിട്ടാണ് അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം ലോകത്തിന്റെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ആര്? ഹിമാലയം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ലോകത്തിന്റെ ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാലയം. അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. 8748.86 മീറ്റർ എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് വളരുന്നല്ല, സാവകാശം വളർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടിയിടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സ്റ്റിൽ ഗ്രോയിങ് ആണ്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താ? ഈ ശിലാമണ്ഡല ഫലകങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂവൽക്കവും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭൂവൽക്കവും അതുപോലെ നമ്മുടെ മാൻഡിലിന്റെ ഉപരിഭാഗവും കൂടെ ചേർന്നുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ശിലാമണ്ഡലം എന്ന് പറയാ. ശിലാമണ്ഡലം. അപ്പോൾ ഭൂമിയുടെ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേർന്ന ഭാഗം നമ്മൾ ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറഞ്ഞു. ഇത് പല പല കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ ആവറേജ് ഹൈറ്റ് ഒരു 100 കിലോമീറ്റർ ഡെപ്തും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ വൻകര ഭാഗം അതുപോലെ കടൽത്തറ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഹൈറ്റും ഏതൊക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ ശിലാമണ്ഡലത്തിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ആർക്ക് മുകളിലായിട്ട് കിടക്കാണ്? എസ്തനോസ്ഫിയറിന് മുകളിലായിട്ട് കിടക്കാണ്. അപ്പൊ ഈ വൻകര ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വൻകര ഭാഗം മാത്രം ഉള്ളത് കാണാം, അല്ലെങ്കിൽ കടൽത്തറ ഭാഗം മാത്രം കാണാം, അല്ലെങ്കിൽ കടൽത്തറ ഭാഗവും വൻകര ഭാഗവും കൂടെ ചേർന്നിട്ടുള്ള ഭാഗങ്ങളെ കാണാം. അതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനം സാവകാശം, അല്ലെങ്കിൽ അതിന്റെ സാവകാശമുള്ള ചലനം നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കൂട്ടിയിടിയും നടക്കുന്നുണ്ട്. ഈ ശിലാമണ്ഡലത്തിന്റെ താഴെയായിട്ടുള്ള അസ്തനോസ്ഫിയർ എന്ത് അവസ്ഥയിലാണെന്ന് നമ്മൾ പറഞ്ഞു? അർദ്ധ ദ്രവാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതിന്റെ മുകളിലൂടെയുള്ള ചലനത്തിനെയാണ് നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ ചലിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അതിന്റെ ഫലക അതിരുകളിൽ എന്ത് നടക്കുന്നുണ്ട്? പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, ഇതിന്റെ കൂട്ടിയിടിയുടെ ഫലമായിട്ട് അവിടെ പർവ്വത രൂപീകരണം പോലുള്ള ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 3 തരം ഫലക അതിരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് 3 അതിരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇത്രയും ഓർത്താൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കടൽത്തറ ഭാഗം മാത്രം ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ വൻകര ഭാഗം മാത്രം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ചേർന്ന ഭാഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതൊരു ഓഷ്യനാണ്, ഇതൊരു സമുദ്രമാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ഓഷ്യൻ ഇതിനായിരിക്കും. അപ്പൊ അത് അടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഹിമാലയം ഫോം ചെയ്തപ്പോൾ 2 ഫലകങ്ങളുടെ കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഫലകങ്ങളായിരുന്നു? യൂറേഷ്യൻ ഫലകവും അതുപോലെ ഏത് ഫലകവും? ഇന്ത്യൻ ഉപദ്വീപിലുള്ള ഇന്ത്യൻ ഫലകവും നമ്മൾ കൂട്ടിയിടിച്ചു. അപ്പൊ അത് രണ്ടും ആരാണ്? കോണ്ടിനെന്റ് ആണ് അല്ലെ. രണ്ടും വൻകര ഭാഗങ്ങളാണ്. ഈ രണ്ടും ഒരേപോലെ വന്ന് കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇത് നടുവിലായിട്ട് ആരുണ്ടായിരുന്നു? രതി സമുദ്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനും ഏകദേശം ഒരേ ഡെൻസിറ്റിയാണ്. അപ്പൊ ഇത് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ എന്ത് നടക്കും? ഒന്നിന്റെ മുകളിലേക്ക് താഴേക്ക് പോകുന്നില്ല, അവിടെ ഒരു സമ്മർദ്ദം നടക്കും അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു സമ്മർദ്ദ ഫലം കൊണ്ടിട്ട് എന്ത് നടക്കാണ്? അവിടെ അതിന്റെ ഇടയിലുണ്ടായിരുന്ന രതി സമുദ്രത്തിന് ഒരു സമ്മർദ്ദം വന്ന് അത് ഫോൾഡ് ചെയ്തിട്ട് വരുന്ന മടങ്ങാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആണ് ആര് ഫോം ചെയ്തത്? ഹിമാലയം ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ശരിക്കും 2 ഫലങ്ങൾ കൂട്ടിയിടിച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് 3 ടൈപ്പായിട്ട് കാണാം. രണ്ടും കൂടെ ചേർന്നിട്ട് വന്ന് യോജിച്ചു പോകുന്ന സംയോജക സീമ. 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് യോജിക്കുന്നതിനെ നമുക്ക് സംയോജകം അഥവാ കൺവാർജന്റ് എന്ന് പറയാം. എന്നാൽ ഈ 2 എണ്ണം തമ്മിൽ അകന്നു പോവുകയാണെങ്കിൽ അകന്നു പോകുന്നതിന് നമുക്ക് ഡൈവേർജന്റ് എന്ന് പറയാം, അഥവാ വിയോജകം എന്ന് പറയാം. ഇനി 2 എണ്ണം കൂട്ടിയിടിക്കുന്നു, അപ്പോൾ ഇങ്ങനെ 2 എണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഛേദകം, ട്രാൻസ്ഫോം സീമ എന്ന് പറയും. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് മാർജിൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തത് കൺവേർജന്റ് മാർജിൻ, 2 ഡൈവേർജന്റ്, മൂന്നാമത്തതാണ് ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത്. കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ സംയോജകമാണ്. അപ്പൊ അതിങ്ങനെ കൺവേർജ് ചെയ്ത് ഒരുമിച്ച് പോകുന്നു. ഇവിടെ സംഭവിച്ചത്
കൺവേർജന്റ് ആണ്. ഇനി ഇവിടെ ആണെങ്കിൽ ഡൈവേഴ്സ് അല്ലെ, ഡിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് പോവാം. അപ്പൊ അതാണ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് എന്ന് പറയുന്നത്. ഇനി ഛേദകം എന്ന് പറയുമ്പോൾ ഒന്നിനോട് കൂടി ചേർന്നിട്ട് പോകുന്നതാണ് എന്താ ഛേദക സീമ. അതാണ് നമുക്കിവിടെ പറയുന്നത് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഈ നമ്മുടെ ഹിമാലയം രൂപം കൊണ്ടത് ഏതിന്റെ ഫലമായിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 2 കോണ്ടിനെന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ അത് തമ്മിൽ സംയോജക സീമയാണ്, കൂട്ടിയിടിച്ചു, രണ്ടും കൂടെ യോജിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ സംയോജക സീമയാണ് അവിടെ നടന്നത്. അപ്പൊ അവിടെ ശിലാമണ്ഡലങ്ങളുടെ കൂട്ടിയിടിയുടെ ഫലമായിട്ട് അവിടെ എന്ത് നടന്നു? ഒരു സമ്മർദ്ദ ഫലം വന്നു നമ്മൾ പറഞ്ഞു. കാരണം രണ്ടിനും ഒരേ ഡെൻസിറ്റിയാ. അപ്പോൾ അവിടെ ഒരു സമ്മർദ്ദം വന്നിട്ട് അതിനിടയിൽ ഉണ്ടായിരുന്ന തെദീ സമുദ്രം നമ്മുടെ 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിട്ടാണ് ഇത് ഫോം ചെയ്തത്. നമ്മൾ പറഞ്ഞില്ലേ താരതമ്യേന പ്രായം കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഭാഗവും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഉപദ്വീപീയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഓസ്ട്രേലിയൻ ഫലകം എന്ന് പറയുന്നത് നേരത്തെ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഒന്നും ജനിക്കേണ്ട ആൾക്കാരേ അല്ലായിരുന്നു. പക്ഷെ അത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്ത് സംഭവിച്ചു? ഈ ഫലക നമ്മുടെ ഇതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ മൂവ്മെന്റ് മൂലം അത് പതുക്കനെ ഇങ്ങോട്ട് ചലിച്ചിട്ട് ഇവിടെയുള്ള യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് നടന്ന കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് നമ്മുടെ ഹിമാലയ രൂപീകരണം നടന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു ഫോർമേഷൻ നടന്നിട്ടുള്ളത്. ഏതൊക്കെ തമ്മിലാണ്? നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയൊക്കെ ഉൾപ്പെടുന്ന ഭാഗമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. ആ ദക്ഷിണാർദ്ധ ഗോളത്തിന്റെ അവിടെ നിന്ന് അത് എന്ത് ചെയ്തു? ഈ ഫലകത്തിന്റെ ചലനം മൂലം അത് പതുക്കനെ നമ്മുടെ ഉത്തര ഭാഗത്തേക്ക് വരികയും അവിടെയുള്ള യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് അത് കൂട്ടിമുട്ടിയിട്ട് അവിടെ എന്ത് സംഭവിച്ചു? അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന തെദീ സമുദ്രം ഉയർന്നു മടങ്ങി അവിടെ ഹിമാലയം ഫോം ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 12ാമത്തെ പേജ് വരെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ എന്നുള്ള ഒരു ഹെഡിങ്ങിലേക്കാണ് പോവുക. നമുക്ക് അതൊരു അടുത്ത പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇതുവരെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ.